ഇപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു 3 മാസമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇനി എന്തില്ല, എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ അയാളെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവളോട് ചോദിച്ചു, 3 മാസമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ട ചില ഇൻസിഡൻറ്റുകൾ, ചില സംഭവങ്ങൾ, ചില സന്ദർഭങ്ങൾ പറയാൻ പറ്റുമോ? അപ്പോൾ അവൾ കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരില്ല. പിന്നെ എനിക്ക് ആകെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അയാളോട് ഇപ്പോൾ അടുത്തൊരു ദിവസം പറഞ്ഞു, നമ്മൾ ഇനി ഒന്നിച്ച് പോകൂല, നമുക്കിത് അവസാനിപ്പിക്കാം, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ ഒഴിവാക്കി തരും. അപ്പോൾ അയാൾ ആകെ ഇമോഷണലായി കണ്ണിൽ വെള്ളം നിറച്ചിട്ടായിട്ട് പറഞ്ഞു, എനിക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയില്ല, എനിക്കിരിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സ്നേഹം എന്നോടുണ്ട്, വേറെ സന്ദർഭങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ, എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും പരസ്പരം സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം അനുഭവമാക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ സഹോദരിക്ക് എല്ലാം അവർ ചെയ്തു കൊടുക്കണം, പക്ഷേ തന്നോട് സ്നേഹമുണ്ട് എന്നത് ഒരു സ്നേഹത്തെ അയാൾക്ക് അനുഭവിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അയാളുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകണില്ല. അപ്പോൾ സ്നേഹമില്ലാത്ത ഒരാൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യണത്? അതൊരു അഭിനയം മാത്രമാണ് എന്നേ അവർക്ക് തോന്നുള്ളൂ. നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ 99.4% ആളുകളും ജീവിക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഈ അവിഹിതങ്ങളിലേക്ക് പോകുന്നത്. സ്നേഹം എന്നത് എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നില്ല, എൻ്റെ ഭർത്താവിൽ നിന്നില്ല. അതോടൊപ്പം അവർ പറയുന്നത് അയാൾ നല്ല മനുഷ്യനാണ്, എനിക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട്, ഞാൻ അയാൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സ്നേഹപ്രകടനം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കുട്ടികളുടെ പിതാവാണ്. അപ്പോൾ നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്തു? അവളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവളെ കൂടെ കുട്ടികളും പോയി, മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? നിങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുന്ന ആളാണ്, ഭക്ഷണം കൊടുക്കുന്ന ആളാണ്, ഒക്കെയാണ്. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടി ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ആ കുട്ടികൾ പ്രതീക്ഷിക്കും. പക്ഷേ നിങ്ങളൊരു ഫ്രൂട്ട്സോ ഒരു മിഠായോ ഒന്നും വാങ്ങാതെ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ കുട്ടികൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ കുട്ടിയുടെ ഷർട്ട് നിങ്ങൾ വാങ്ങിക്കൊടുത്തതാവും, ഡ്രസ്സ്. അപ്പോൾ നമുക്ക് എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? നാം ചെയ്യേണ്ട അടിസ്ഥാന ബാധ്യതകൾ നിർവഹിക്കുന്നതിലല്ല നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു കുട്ടീനോട് വാപ്പ പറയാണ്, ഞാൻ എന്നെ പഠിപ്പിച്ചില്ലേ, ഞാൻ എനിക്ക് ജോലി വാങ്ങി തന്നില്ലേ, ഞാൻ എനിക്ക് ബൈക്ക് വാങ്ങി തന്നില്ലേ, ഓൻ എന്താ പറയുമോ? ഇതൊക്കെ വാപ്പങ്ങളെ കടമ്പയുടെ അതുപോലെ പറയണേ, മനസ്സിലേ? എന്നാൽ നമ്മൾ അവന് കൊടുത്തൊരു സ്നേഹം, അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവനൊരിക്കലും അങ്ങനെ തോന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ എനിക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാൻ പറ്റും, ആവശ്യമുള്ളത് ചെയ്യലല്ല സ്നേഹം, ആവശ്യമില്ലാത്തത് ചെയ്യലാണ് സ്നേഹം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് ഇപ്പോൾ എന്താണ്? നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തക്കാളി വലിയുള്ളി ഒക്കെ വാങ്ങിപ്പോണത് ആവശ്യമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ വൈഫിന് പറ്റുന്നൊരു കേക്ക് വാങ്ങിപ്പോകുന്നത് എന്താണ്? അത് ആവശ്യമില്ലാത്തതാണ്. അവിടെയാണ് നിങ്ങളുടെ സ്നേഹം വ്യക്തമാകുന്നത്. ആ കേക്ക് വാങ്ങാൻ നിങ്ങൾ മറന്നില്ല, ആ കേക്ക് വാങ്ങാൻ നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ചു, അവിടെയാണ് നിങ്ങൾക്ക് മാർക്ക്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഇത്തരം പെരുമാറ്റങ്ങളില്ലാതെ ഒന്ന് അണഞ്ഞു കൂട്ടിപ്പിടിക്കാൻ, ഒന്ന് കിസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ, മനസ്സിലേ? അല്ലെങ്കിൽ ഒരു വേദന വിഷമം ഒന്ന് അടുത്ത് ചേർന്ന് ഇരിക്കാൻ, അതൊന്ന് കേൾക്കാൻ, കരയുമ്പോൾ ഒന്ന് കണ്ണീര് തുടച്ചു കൊടുക്കാൻ, മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത്, ഇതിനൊന്നും നമുക്ക് നേരമില്ലെങ്കിൽ ഒരിക്കലും ഒരു മാനസികമായ അടുപ്പമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ അഭിനയങ്ങളായും കൃത്രിമത്വങ്ങളായും കാട്ടിക്കൂട്ടലുകളായിട്ട് തോന്നും. അതാണ് ഈ സഹോദരിക്ക് തോന്നുന്നത്.